ഹൗ ഡസ് ഇറ്റ് വർക്ക്? ഹൗ ഇറ്റ് വർക്ക്സ്. കാണുമ്പോൾ ഇവ തമ്മിൽ ചെറിയ വ്യത്യാസം തോന്നുന്നില്ലേ? പക്ഷേ ഇവ ഉപയോഗിക്കുമ്പോൾ വലിയ വ്യത്യാസം തന്നെയാണ്. നോക്കാം നമുക്ക് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ്റെ രൂപത്തിലാണ് ചോദിക്കേണ്ടതെങ്കിൽ ഹൗ ഡസ് ഇറ്റ് വർക്ക് എന്ന് തന്നെയാണ് ചോദിക്കേണ്ടത്. അവിടെ ഹൗ ഇറ്റ് വർക്ക്സ് എന്ന് ചോദിച്ചാൽ ശരിയാകില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഹൗ ഡസ് ഇറ്റ് വർക്ക് എന്ന് ചോദിക്കേണ്ടി വരുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ ലെസണിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇംഗ്ലീഷിൽ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസസ് ഫോം ചെയ്യുമ്പോൾ, ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസസ് എന്നാൽ ക്വസ്റ്റ്യൻസ്, ഇത് ഫോം ചെയ്യുമ്പോൾ ഒരു ബേസിക് സ്ട്രക്ചർ നമ്മൾ ഫോളോ ചെയ്യും. ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ മെയിൻലി പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്കുണ്ടാക്കാം. ഒന്ന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ യെസ് അല്ലെങ്കിൽ നോ എന്നായിരിക്കും. അങ്ങനെ യെസ് അല്ലെങ്കിൽ നോ എന്ന് ആൻസർ കിട്ടുന്ന തരം ക്വസ്റ്റ്യൻസ്, അതിനെയാണ് നമ്മൾ യെസ് നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ യെസ് നോ ക്വസ്റ്റ്യൻസ് ചോദിക്കണമെങ്കിൽ അത് എങ്ങനെയാണ് ചോദിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, അവൻ വർക്ക് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ മൂവീസ് വാച്ച് ചെയ്യാറുണ്ടോ? അവൾ വായിക്കാറുണ്ടോ? അവൻ പഠിക്കാറുണ്ടോ? അവൻ കളിക്കാറുണ്ടോ? അവർ ഇവിടെ വരാറുണ്ടോ? ഇങ്ങനെയൊക്കെ ചോദിക്കില്ലേ? ഇതൊക്കെ പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നമ്മൾ ഡു അല്ലെങ്കിൽ ഡസ് എന്ന ഒരു ഓക്സിലിയറി വെർബ് അതിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ അവൻ അവിടെ പോയോ? അവൾ ഇവിടെ വന്നോ? അവൾ ബുക്സ് വായിച്ചോ? നിങ്ങൾ ന്യൂസ് പേപ്പർ വായിച്ചോ? നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കില്ലേ? അതൊക്കെ യെസ് അല്ലെങ്കിൽ നോ എന്ന ക്വസ്റ്റ്യൻ ആൻസറാണ് അതിന് കിട്ടുക. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കണമെങ്കിൽ ഒരു ഓക്സിലിയറി വേർബിൻ്റെ ആവശ്യമുണ്ട്. അത് പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലാണെങ്കിൽ നമുക്ക് ഡു അല്ലെങ്കിൽ ഡസ് എന്ന് ഉപയോഗിക്കാം. പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഡിഡ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വായിക്കാറുണ്ടോ എന്നാണെങ്കിൽ ഡു യു റീഡ് എന്നാണ്. ഡു യു റീഡ്. അവൻ വായിക്കാറുണ്ടോ എന്നാണെങ്കിൽ ഡസ് ഹി റീഡ് എന്നാണ് ചോദിക്കേണ്ടത്. അവൻ ഇവിടെ വരാറുണ്ടോ? ഡസ് ഹി കം ഹിയർ. അവൾ അവിടെ പോകാറുണ്ടോ? ഡസ് ഷീ ഗോ ദർ. ഐ യു വി ദേ അതുപോലെ പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഡു എന്ന ഒരു ഹെൽപ്പിംഗ് വേർബ് ഉപയോഗിക്കാം. ഹി, ഷീ അതുപോലെയുള്ള സിംഗുലർ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡസ് ഉപയോഗിക്കാം. അപ്പോൾ ഡു ആൻഡ് ഡസ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. യെസ് നോ ക്വസ്റ്റ്യൻസ്. ഇനി പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമുക്ക് ഡിഡ് ഉപയോഗിക്കാം. അവൻ വായിച്ചോ? ഡിഡ് ഹി റീഡ്. അവർ ഇവിടെ വന്നോ? ഡിഡ് ദേ കം ഹിയർ. നോക്കൂ, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഡിഡ് ഉപയോഗിക്കാം. അപ്പോൾ എന്തായാലും ഒരു ഓക്സിലിയറി വേർബിൻ്റെ ആവശ്യം അവിടെ ഉണ്ട്. അത് നമ്മൾ ഒരു സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിൽ തന്നെയാണ് വയ്ക്കുന്നത്. ഡു ഡസ് പ്രസൻറ്റ് സിമ്പിൾ ആണെങ്കിൽ വയ്ക്കാം. ഡിഡ് വയ്ക്കുന്നത് പാസ്റ്റ് സിമ്പിൾ ടെൻസിലാണ്. അപ്പോൾ ഡു, ഡസ് ഓർ ഡിഡ് ഒക്കെ ഹെൽപ്പിംഗ് വേർബായിട്ട് ആദ്യം ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് ഉപയോഗിക്കേണ്ടത് സബ്ജക്റ്റാണ്. സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വേർബിൻ്റെ ഫസ്റ്റ് ഫോം ഡു യു റീഡ്. ഡു കഴിഞ്ഞിട്ട് യു, ദെൻ റീഡ്. റീഡ് എന്നത് വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്. ഡസ് ഹി ഗോ ദർ എന്ന് ചോദിക്കുമ്പോൾ ഡസ്, ഡസ് എന്ന ഹെൽപ്പിംഗ് വേർബ് ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് ഹി, പിന്നെ ഉപയോഗിച്ചത് ഗോ, വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്. അപ്പോൾ അതാണ് ഒരു ബേസിക് സ്ട്രക്ചർ. അത് യെസ് നോ ക്വസ്റ്റ്യൻസിൻ്റെ കാര്യത്തിലാണ്. ഇനി യെസ് നോ ക്വസ്റ്റ്യൻസ് അല്ലാതെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാമല്ലോ. WH വേർഡ്സ് ഉപയോഗിച്ചിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, അവൻ എപ്പോൾ ഇവിടെ വന്നു? അവൻ എപ്പോൾ ഇവിടെ വന്നു. അപ്പോൾ അവിടെ ഒരു പാസ്റ്റ് ടെൻസ് ആണ്. അതുപോലെ എപ്പോൾ എന്ന ഒരു വേർഡ് നമുക്ക് അവിടെ വേണം. വെൻ എന്ന് ഉപയോഗിക്കണം. വെൻ ഡിഡ് ഹി കം ഹിയർ. നോക്കൂ, അപ്പോൾ WH ഫാമിലി ബേസ്ഡ് ഒരു വേർഡ് നമ്മൾ അവിടെ ഉപയോഗിച്ചു, വെൻ. വേർ ഡിഡ് ഷീ ഗോ എന്ന് ചോദിച്ചാൽ വേർ ഡിഡ് ഷീ ഗോ. അവൾ എവിടെ പോയി? വേർ, വേർ എന്ന WH വേർഡ് അവിടെ ഉപയോഗിച്ചു. അപ്പോൾ ആ വേർഡ് കഴിഞ്ഞിട്ട് WH വേർഡ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ഹെൽപ്പിംഗ് വേർബ് തന്നെയാണ്. ഇനി പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ വേർ ഡസ് ഹി ഗോ? വേർ ഡസ് ഹി ഗോ?
അവൻ എവിടെയാണ് പോകാറുള്ളത്? വൈ ഡസ് ഹി കം ഹിയർ? അവൻ എന്തിനാണ് ഇവിടെ വരാറുള്ളത്? വൈ എന്ന എന്തുകൊണ്ട്, അവിടെയും ഒരു WH ക്വസ്റ്റ്യൻ വേർഡ് നമ്മളവിടെ ഉപയോഗിച്ചു. അപ്പോൾ WH വേർഡ് കഴിഞ്ഞിട്ട് പിന്നെ ഉപയോഗിക്കുന്നത് ഓക്സിലറി വേർബ് തന്നെയാണ്. ഡിഡ്, ഡു, ഡസ് ഒക്കെ ഉപയോഗിക്കാം. അതുപോലെ മീനിങ് അനുസരിച്ച് നമുക്ക് ഡിഫറൻറ്റ് ഓക്സിലറി വേർബ് ഉപയോഗിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാം. അപ്പോൾ WH വേർഡ് കഴിഞ്ഞിട്ട് ഓക്സിലിയറി വേർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഉപയോഗിക്കുന്നത് സബ്ജക്റ്റാണ്. പിന്നെ V1 ഫോം ഓഫ് ദ വേർബ്. വേർ ഡിഡ് ഹീ ഗോ? വേർ ഡസ് ഹീ ഗോ? നോക്കൂ, WH വേർഡ് കഴിഞ്ഞ ഉടനെ ഡസ് അല്ലെങ്കിൽ ഡിഡ് ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഓക്സിലിയറി വേർബ് അവിടെ വേണം. അപ്പോൾ അതാണ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ. അപ്പോൾ ആ നിലയ്ക്ക് നമ്മുടെ ആദ്യത്തെ 2 സെൻറ്റൻസ് ഹൗ ഡസ് ഇറ്റ് വർക്ക് ആൻഡ് ഹൗ ഇറ്റ് വർക്ക്സ്, അതിൽ ക്വസ്റ്റ്യൻ ഫോമിൽ വേണമെങ്കിൽ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണത് വർക്ക് ചെയ്യാറുള്ളത് എന്ന് നമുക്ക് ചോദിക്കണമെങ്കിൽ ഹൗ ഡസ് ഇറ്റ് വർക്ക് എന്ന് തന്നെ ചോദിക്കണം. ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിനൊരു ക്വസ്റ്റ്യൻ മാർക്കും വേണം. ഇനി ഹൗ ഇറ്റ് വർക്ക്സ് എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു ക്വസ്റ്റ്യൻ അല്ല. ഹൗ ഇറ്റ് വർക്ക്സ് എന്ന് പറയുമ്പോൾ അതൊരു ക്ലോസ് മാത്രമേ ആകുന്നുള്ളൂ. അതൊരിക്കലും ഒരു ക്വസ്റ്റ്യൻ അല്ല, അതൊരു ക്ലോസ് മാത്രം ആണ്. അത് എവിടെ ഉപയോഗിക്കും? അതൊരു ക്ലോസ് ആണ്, മാത്രമല്ല അത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ക്ലോസ് ആണ്. അതിൻ്റെ മീനിങ് പൂർണ്ണമല്ല. അപ്പോൾ ഹൗ ഇറ്റ് വർക്ക്സ് എന്ന് കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് റോങ് ആണ്. ഹൗ ഇറ്റ് വർക്ക്സ് എന്ന ഒരു ക്ലോസ് എങ്ങനെ ഉപയോഗിക്കും? നമുക്കത് ഒരു സെൻറ്റൻസിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാം. ഒരു ക്വസ്റ്റ്യൻ്റെ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാം. ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടും നമുക്ക് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് വർക്ക്സ്. എനിക്കറിയില്ല ഹൗ ഇറ്റ് വർക്ക്സ്, അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഐ ഡോണ്ട് നോ എന്ന് അവിടെ ഉപയോഗിച്ചു. അത് കഴിഞ്ഞിട്ട് ആ ഒരു സെൻറ്റൻസിൻ്റെ ഭാഗമായിട്ടാണ് ഹൗ ഇറ്റ് വർക്ക്സ് ഉപയോഗിച്ചത്. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് വർക്ക്സ്, അവിടെ അത് കഴിഞ്ഞിട്ടൊരു ഫുൾ സ്റ്റോപ്പാണ് വേണ്ടത്, ക്വസ്റ്റ്യൻ മാർക്കല്ല. ടെൽ മീ ഹൗ ഇറ്റ് വർക്ക്സ്, എന്നോട് പറയൂ എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നതെന്ന്. അവിടെയും അത് ഒരു സെൻറ്റൻസിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചു. ടെൽ മീ ഹൗ ഇറ്റ് വർക്ക്സ്. ഇനി ഒരു ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്, ഒരു ക്വസ്റ്റ്യൻ, അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു ക്ലോസ് ഉപയോഗിക്കാം. ഡു യു നോ ഹൗ ഇറ്റ് വർക്ക്സ്? നിങ്ങൾക്ക് അറിയുമോ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അതൊരു ക്വസ്റ്റ്യൻ ആണ്, അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വേണം. ഡു യു നോ ഹൗ ഇറ്റ് വർക്ക്സ്? കുഡ് യു എക്സ്പ്ലെയിൻ ഹൗ ഇറ്റ് വർക്ക്സ്? കുഡ് യു എക്സ്പ്ലെയിൻ, നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റുമോ എന്നാണ്. കുഡ് യു എക്സ്പ്ലെയിൻ ഹൗ ഇറ്റ് വർക്ക്സ്? അവിടെയും അതൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വേണം. അവിടെ ഹൗ ഇറ്റ് വർക്ക്സ് എന്ന ആ ഒരു ക്ലോസ് ഉപയോഗിച്ചിരിക്കുന്നത് നോക്കൂ. ഷി വിൽ ടെൽ മീ ഹൗ ഇറ്റ് വർക്ക്സ്. അവൾ എന്നോട് പറയും ഹൗ ഇറ്റ് വർക്ക്സ്, അതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന്. ഇവിടെയും ഹൗ ഇറ്റ് വർക്ക്സ് ഉപയോഗിച്ചു. അതൊരു സെൻറ്റൻസിൻ്റെ ഭാഗമാണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. വിൽ ഷി ടെൽ മീ ഹൗ ഇറ്റ് വർക്ക്സ്? അവൾ എന്നോട് പറയുമോ ഹൗ ഇറ്റ് വർക്ക്സ്, എങ്ങനെ അത് വർക്ക് ചെയ്യും എന്നത്. അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് വേണം. വിൽ ഷി ടെൽ മീ ഹൗ ഇറ്റ് വർക്ക്സ്. അതേസമയം വിൽ ഷി ടെൽ മീ ഹൗ ഡസ് ഇറ്റ് വർക്ക് എന്ന് ചോദിച്ചാൽ അത് റോങ് സെൻറ്റൻസ് ആണ്. ഹൗ ഇറ്റ് വർക്ക്സ് എന്ന ക്ലോസ് തന്നെയാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഡു യു അണ്ടർസ്റ്റാൻഡ് ഹൗ ഇറ്റ് വർക്ക്സ്? ഡു യു അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അത് ഡു യു അണ്ടർസ്റ്റാൻഡ്, അതായത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ, ഒരു ക്വസ്റ്റ്യൻ ആണത്, അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് വേണം. ഇനി വേറൊന്ന്, ഹൗ ഡസ് എ കാർ എൻജിൻ വർക്ക്? ഹൗ ഡസ് എ കാർ എൻജിൻ വർക്ക്, എങ്ങനെയാണ് ഒരു കാർ എൻജിൻ വർക്ക് ചെയ്യുന്നത്? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ രൂപത്തിലാണത് ചോദിച്ചിരിക്കുന്നത്. ഹൗ ഡസ്, നോക്കൂ, ഹൗ കഴിഞ്ഞിട്ട് ഓക്സിലിയറി വേർബ് അവിടെ ഉപയോഗിച്ചു. ഹൗ ഡസ് എ കാർ എൻജിൻ വർക്ക്, അത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഹൗ ഡസ് എന്നാണ് ചോദിക്കേണ്ടത്. ലെറ്റ് മീ ഷോ യു ഹൗ എ കാർ എൻജിൻ വർക്ക്സ്. ലെറ്റ് മീ ഷോ യു ഹൗ എ കാർ എൻജിൻ വർക്ക്സ്, കാണിച്ചു തരാൻ എന്നെ അനുവദിക്കൂ. ലെറ്റ് മീ ഷോ യു ഹൗ എ കാർ എൻജിൻ വർക്ക്സ്. ഹൗ ഡസ് എ സ്മാർട്ട് ഫോൺ കണക്ട് ടു ദ ഇൻ്റർനെറ്റ്? എങ്ങനെയാണ് ഒരു സ്മാർട്ട് ഫോൺ ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്യുന്നത്? ഹൗ ഡസ് എ സ്മാർട്ട് ഫോൺ
കണക്ട് ടു ദ ഇൻ്റർനെറ്റ്. നോക്കൂ, അത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേസമയം ദ മാനുവൽ ഇലസ്ട്രേറ്റ്സ് ഹൗ എ സ്മാർട്ട് ഫോൺ കണക്ട്സ് ടു ദ ഇൻ്റർനെറ്റ്. നോക്കൂ, അവിടെ ഒരു ഓക്സിലിയറി വേർബ് ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹൗ എ സ്മാർട്ട് ഫോൺ കണക്ട്സ് എന്നാണ്. അത് ഒരു ക്ലോസ് ആണ്. ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ, ഹൗ എന്ന ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് നമ്മളവിടെ ഓക്സിലിയറി വേർബ് ഉപയോഗിച്ചു. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. വാട്ട് ഡസ് ഷീ വാണ്ട്? എന്താണ് അവൾക്ക് വേണ്ടത്? വാട്ട് ഡസ് ഷീ വാണ്ട്? നോക്കൂ, അതൊരു ക്വസ്റ്റ്യൻ അല്ലേ? എന്തുകൊണ്ടാണ്? ഒരു ക്വസ്റ്റ്യൻ വേർഡ് വാട്ട് എന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഓക്സിലിയറി വേർബാണ്, വാട്ട് ഡസ്. അതുകൊണ്ട് തന്നെ അതൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡസ് എന്ന് ചോദിച്ചിരിക്കുന്നു. ഇതല്ലാതെ ടെൽ മീ വാട്ട് ഷീ വാണ്ട്സ്. വാട്ട് ഷീ വാണ്ട്സ്, അവിടെ വാട്ട് ഷീ വാണ്ട്സ് എന്നത് ഒരു ക്ലോസ് ആണ്. ടെൽ മീ വാട്ട് ഷീ വാണ്ട്സ്, എന്നോട് പറയൂ അവൾക്ക് എന്താണ് വേണ്ടതെന്ന്. അവിടെ വാട്ട് ഷീ വാണ്ട്സ് എന്നുള്ളത് ക്ലോസ് ആണ്. ടെൽ മീ വാട്ട് ഡസ് ഷീ വാണ്ട് എന്ന് ചോദിച്ചാൽ അതൊരു റോങ് സെൻറ്റൻസ് ആവും. ടെൽ മീ വാട്ട് ഷീ വാണ്ട്സ് എന്ന് തന്നെ ചോദിക്കണം. അപ്പോൾ നമ്മൾ ഈ ലെസൺ തുടങ്ങിയപ്പോൾ പറഞ്ഞല്ലോ, ഹൗ ഡസ് ഇറ്റ് വർക്ക്. ഹൗ ഇറ്റ് വർക്ക്സ്, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലായല്ലോ.